Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ എല്ലാരും ക്ലാസ്സിൽ കയറിയത്? കഴിച്ചു. അതെ, കഴിച്ചു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എയിം ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്ട് ഓൺ 3 ബേസിക് എലമെന്റ്സ് അതുവരെയല്ലേ പറഞ്ഞു നിർത്തിയത്? നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. ഫസ്റ്റ് വൺ, quality and quantity of nursing staffs. It depends on the suitable educational training given to the nursing staff for the kind of service they are being made ready for. Okay. അതായത് സ്റ്റാഫിങ്ങിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സുകളാണ് താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് കാര്യങ്ങള്. ഒന്ന് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫും രണ്ടാമത്തത് യൂട്ടിലൈസേഷൻ. അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗുണമേന്മയാണ് അല്ലെ? ക്വാളിറ്റി ആണോ? ഗുണമേന്മയാണോ? യെസ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി, എണ്ണം അല്ലെ? ഓക്കെ. അപ്പോ ഈ നഴ്സിംഗ് സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതായത് അവർക്ക് കൊടുക്കുന്ന, അതായത് അവരെ തെരഞ്ഞെടുക്കുന്ന എണ്ണം, അതായത് ഇപ്പൊ നമുക്കറിയാം കുറെ പേരെ ഇന്റർവ്യൂ വെച്ച് കഴിഞ്ഞാല് വളരെ കുറച്ചു പേരെയാണ് ചിലപ്പോ നമ്മള് നിയമിക്കുക അല്ലെ, അപ്പോയിന്റ് ചെയ്യുക. അപ്പോ തെരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം, അതുപോലെ തന്നെ അവർക്ക് നൽകുന്ന എഡ്യൂക്കേഷൻ, അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് എന്നിവ അവർ നൽകുന്ന സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുക എന്നുള്ളതാണ്. ഓക്കെ. ഓരോ സ്റ്റാഫുകളും കൊടുക്കുന്ന സർവീസ് എന്താണോ, സേവനം എന്താണോ, അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കേണ്ടത്. അതിനനുസരിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് അവർക്ക് കൊടുക്കേണ്ടത്. അതിനനുസരിച്ചിട്ടുള്ള എണ്ണമാണ് തിരഞ്ഞെടുക്കേണ്ടത്. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ ഒരു 100 പേരുടെ ഇന്റർവ്യൂ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിനകത്തൊരു 10 പേരെയാണ് തിരഞ്ഞെടുത്തത്. ആ 10 പേരെന്ന് പറയുന്നത് എണ്ണമാണ്. ആ 10 പേരെ അവിടെ ആവശ്യമുള്ളൂ. ആ ഒരു ഹോസ്പിറ്റലിന് 10 പേരെയാണ് ആവശ്യം. ഓക്കെ. അതുപോലെ തന്നെ ആ 10 പേർക്ക് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും ഒക്കെ കൊടുക്കുന്നുണ്ട് ജോലി സമയത്ത്. അപ്പൊ എന്തിനനുസരിച്ച് അവരെന്താണ് ജോലി ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് അവർക്ക് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും ഒക്കെ നൽകുന്നത്. ഇപ്പൊ വാർഡിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആയിരിക്കില്ല എമർജൻസിയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ്. രണ്ട് വ്യത്യാസമുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. അപ്പൊ എണ്ണം ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ശ്രദ്ധിക്കണം, അതുപോലെ എഡ്യൂക്കേഷൻ, സേവനത്തിനനുസരിച്ചിട്ടായിരിക്കണം ഇത് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് യൂട്ടിലൈസേഷൻ ആണ്, അതായത് ഉപയോഗം അല്ലെ. The nursing staff must be allotted work in such a way that the knowledge, skills secured are best used for the purpose they were imparted or trained. അതായത് നഴ്സുമാരുടെ കഴിവുകളും അറിവുകളും, അവർക്ക് സ്കില്ലുകൾ ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ അവർക്ക് നോളജ് ഉണ്ട്, അത് അവർക്ക് പരിശീലനം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ശരിയായിട്ട് ഉപയോഗിക്കണം. അവർക്ക് എന്ത് ട്രെയിനിങ് ആണോ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള
കഴിവുകളും അറിവുകളും മെച്ചപ്പെടുത്താനായിട്ട് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പരമാവധി യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കഴിവുകളും അതുപോലെ തന്നെ അറിവുകളും ഉണ്ടായിട്ടായിരിക്കും നിങ്ങളെ ഒരു സ്ഥാപനത്തിൽ സെലക്ട് ചെയ്യുന്നത്. എന്ത് ചെയ്യണം? മാക്സിമം നിങ്ങളുടെ കഴിവും അറിവും ഒക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് മാനേജ്മെന്റ് ശ്രമിക്കും. അതും സ്റ്റാഫിങ്ങിന്റെ എലമെന്റ് ആണ്. ഏതൊരു സ്ഥാപനമായാലും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ മാക്സിമം ആണ് ആര് പ്രതീക്ഷിക്കുന്നത്? മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയല്ലേ? ഹോസ്പിറ്റലിൽ മാത്രമാണ് അങ്ങനെ നടക്കുന്നത്? അല്ല, നമ്മളൊരു തുണിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും അവിടെയുള്ള സ്റ്റാഫുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോ അത് സ്റ്റാഫിങ്ങിന്റെ ഒരു എലമെന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണ്. The next one, system of staffing. ഇതെന്താണ് നമുക്ക് നോക്കാം. Recognize the nursing care hours needed to care for a patient for a day or for a shift. Staffing relies on a capacity of hospital, standards provided, number of beds, and different treatment services. In anticipating nursing workload, a manager must calculate not only the total number of patients to be cared for, but also the proportion in each category: self-care, minimal care, full care, intensive care, because care needs differ from category to another. Okay. അതായത് ഈ സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രോഗിക്ക്, ഒരു പേഷ്യന്റിന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റിൽ എത്ര മണിക്കൂർ നഴ്സിംഗ് കെയർ വേണമെന്ന് ആദ്യം കണ്ടെത്തണം. ഓക്കെ, അപ്പൊ ഒരു രോഗി, ഹോസ്പിറ്റലിൽ ഇപ്പൊ ധാരാളം രോഗികൾ ഉണ്ടാവില്ലേ, അതിനകത്ത് ഒരു പേഷ്യന്റിന്, ഒരു രോഗിക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റില് എത്ര മണിക്കൂറാണ് നഴ്സിംഗ് കെയർ വേണമെന്നത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നഴ്സിംഗ് ഹവേഴ്സ് എത്ര ആണ് എന്ന് വിലയിരുത്തുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതിനെ ആശ്രയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാണ് കപ്പാസിറ്റി ഓഫ് എ ഹോസ്പിറ്റൽ. അണ്ടർലൈൻ ചെയ്ത് പോവാട്ടോ, ആശുപത്രിയുടെ ശേഷി. ഓക്കെ, ഇപ്പൊ വലിയ ഹോസ്പിറ്റലും ഉണ്ട്, ചെറിയ ഹോസ്പിറ്റലും ഉണ്ട്. നമ്മൾ ആദ്യമേ പഠിച്ചതാണല്ലോ, സ്മോൾ ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ പഠിച്ചില്ലേ? ഓർമ്മയുണ്ടോ? അതൊക്കെ മറന്നുപോയോ? പഠിച്ചു അല്ലേ? അതിനകത്ത് നമ്മൾക്കറിയാം വലിയ ഹോസ്പിറ്റലില് കുറേയധികം സൗകര്യങ്ങളും സ്റ്റാഫുകളും ഉണ്ട്, പക്ഷെ ചെറിയ ഹോസ്പിറ്റൽ അത്രയധികം വേണമെന്നില്ല. അപ്പോ ആശുപത്രിയുടെ കപ്പാസിറ്റി എന്താണോ അതിനനുസരിച്ചിട്ടുള്ള നഴ്സിംഗ് കെയർ കൊടുത്താൽ മതി അല്ലേ? ഇപ്പൊ ചെറിയ ഹോസ്പിറ്റൽ, വലിയ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന അത്രയും നഴ്സിംഗ് അവേഴ്സ് എവിടെ കൊടുക്കണ്ട? ചെറിയ ഹോസ്പിറ്റലിൽ കൊടുക്കണ്ട. അപ്പോ അത് കപ്പാസിറ്റി അനുസരിച്ച് അതിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡഡ്, എന്തൊക്കെ സേവനങ്ങളാണ് അവിടെ നൽകുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ നഴ്സിംഗ് അവറിന് മാറ്റം വരാം. ഓക്കെ, ദ നമ്പർ ഓഫ് ബെഡ്സ്, എന്താണ്? ബെഡുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ. ബെഡുകൾ ഉണ്ടെങ്കിൽ എന്തായാലും പേഷ്യൻസ് ഉണ്ടാവും അല്ലെ? അപ്പൊ ബെഡുകൾ എത്രയാണോ ഉള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ നഴ്സിംഗ് അവേഴ്സ് വ്യത്യാസപ്പെട്ടിരിക്കും. ദെൻ അതുപോലെ തന്നെ അവിടെ നൽകുന്ന ചികിത്സാ സേവനങ്ങൾ, ഡിഫറെന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സർവീസസ്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? നഴ്സിംഗ് അവേഴ്സിനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ ഒന്നും കൂടി ഞാൻ പറയാം, ഒരു പേഷ്യന്റിന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റിൽ എത്ര മണിക്കൂറാണ് നഴ്സിംഗ് കെയർ വേണമെന്ന് കണ്ടെത്തുന്നത് പല രീതിയിലാണ്. അത് ആശുപത്രിയുടെ ശേഷി അനുസരിച്ചും അതുപോലെ നൽകിയിരിക്കുന്ന സേവനങ്ങളുടെ നിലവാരത്തിനനുസരിച്ചും ബെഡുകളുടെ എണ്ണത്തിനനുസരിച്ചും ചികിത്സാ സേവനങ്ങൾക്കനുസരിച്ചും വ്യത്യാസപ്പെടാം. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഇത്തരത്തില് ചില കാര്യങ്ങൾ, അതായത് നഴ്സിംഗ് മാനേജർ ഉണ്ട്, അതായത് സൂപ്പർവൈസ് ചെയ്യുന്ന വ്യക്തിയുണ്ട്, അദ്ദേഹം ചില കാര്യങ്ങൾ കണക്കാക്കേണ്ടതുണ്ട്. അതായത് ഒരു രോഗിക്ക് എത്ര നഴ്സിംഗ് അവർ ആണ്, എത്ര നഴ്സിംഗ് കെയർ ആണ് കൊടുക്കേണ്ടതെന്ന് നഴ്സിംഗ് മാനേജർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം ചില കാര്യങ്ങൾ കണക്ക് കൂട്ടുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് മൊത്തം രോഗികളുടെ എണ്ണം എടുക്കും.
ഓക്കെ, എത്ര ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് എത്രയാണ് നോക്കും. അതിനകത്ത് ഓരോ വിഭാഗം, അതായത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ വിഭാഗങ്ങൾ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. അതിനകത്ത് രോഗികളുടെ റേഷ്യോ നോക്കും, അനുപാതം നോക്കും. ഓക്കെ, അതായത് ചില ആളുകൾക്ക്, ചില പേഷ്യൻസിന് നഴ്സിംഗ് അവർ കൂടിയിരിക്കും, ചില പേഷ്യൻസിന് കുറഞ്ഞിരിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് സെൽഫ് കെയർ എന്ന് ഇട്ടിട്ടുണ്ട്, മിനിമൽ കെയർ എന്ന് ഇട്ടിട്ടുണ്ട്, ഫുൾ കെയർ ഉണ്ട്, ഇന്റൻസീവ് കെയർ ഉണ്ട്. സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ സ്വയം കെയർ ചെയ്യാവുന്ന രോഗികളാണ്. അതായത് അവർക്ക് തനിയെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ചില പേഷ്യൻസ് അഡ്മിറ്റ് ആവുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ബൈസ്റ്റാൻഡേഴ്സ് പോലും ആവശ്യം ഉണ്ടാവില്ല. അത്തരത്തിലുള്ള പേഷ്യന്റ് ഉണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കാം, ടോയ്ലറ്റിലും പോവാം, മറ്റാരുടെയും സഹായം വേണ്ട, നടക്കാം, പുറത്തു പോകാം, അല്ലെ? അപ്പൊ എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് നഴ്സിംഗ് അവേഴ്സ് കൂടുതലാണോ കുറവാണോ? സെൽഫ് കെയർ നിങ്ങളൊന്ന് പറഞ്ഞേ. നഴ്സിംഗ് കെയർ കൂടുതൽ വേണോ? കെയർ കൂടുന്നതിനനുസരിച്ച് അവരും കൂടും, അല്ലെ? കൂടുതൽ വേണോ അല്ലെങ്കിൽ കുറവാണോ? കുറവ് മതി. ഓക്കെ, അപ്പൊ സെൽഫ് കെയർ ചെയ്യാവുന്ന രോഗികൾക്ക് എന്ത് മതി? നഴ്സിംഗ് കെയർ കുറവ് മതി. ഓക്കെ, അപ്പോ ഒരു പോയിന്റ്. രണ്ടാമത്തേത് മിനിമൽ കെയർ ആണ്. മിനിമൽ കെയർ എന്താണ്? കുറച്ച് സഹായം ആവശ്യമുള്ളവരാണ് കേട്ടോ. അവർക്ക് എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ പറ്റില്ല, കുറച്ച് സഹായം നഴ്സുമാരുടെ കൂടിയേ തീരും. ഓക്കെ, അപ്പൊ അതിനെയാണ് മിനിമൽ കെയർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് ഫുൾ കെയർ, കംപ്ലീറ്റ് കെയർ. ഓക്കെ, അതായത് ഏത് സമയവും ഒരു നഴ്സിന്റെ പരിചരണം ആവശ്യമാണ്. ഫുൾ കെയർ കേട്ടോ. ലാസ്റ്റ് വൺ ഇന്റൻസീവ് കെയർ ആണ്. അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കെയർ ആവശ്യമുള്ളവരാണ്. അതായത് അവരുടെ അവിടെ നിന്ന് നീങ്ങാനേ പറ്റില്ല, ഒരു സെക്കൻഡ് പോലും മാറി നിൽക്കാനായിട്ട് സാധിക്കില്ല. അത്തരത്തിൽ കെയർ കൊടുക്കേണ്ട പേഷ്യൻസ് ഉണ്ട്. അവരെയാണ് ഇന്റൻസീവ് കെയർ വിഭാഗത്തിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് എന്ത് കൊടുക്കുന്നത്? നഴ്സിംഗ് കെയർ ഓരോ രോഗികൾക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി പേഷ്യന്റ് കെയറിന്റെ പല ടൈപ്പുകൾ വരുന്നുണ്ട്. ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയർ ഇൻക്ലൂഡ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് ഡയറക്റ്റ് കെയർ ആണ്, മറ്റൊന്ന് ഇൻഡയറക്റ്റ് കെയർ ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഡയറക്റ്റ് കെയർ അഥവാ നേരിട്ടുള്ള പരിചരണം നോക്കാം. Is care given by nursing staff while working in this presence patient and related to the patient physical and psychological requirements. Direct care consists of feeding, treatment, mobility, and medication. And the more dependent the patient is on the nurse to conduct related activity, the more hours of nursing care is required for that patient. ഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നേരിട്ടുള്ള പരിചരണമാണ് കേട്ടോ. നേരിട്ടുള്ള പരിചരണം, അതായത് പേഷ്യന്റിന്റെ പ്രസൻസില് നഴ്സുമാർ നേരിട്ട് എന്ത് കൊടുക്കുന്നു? കെയർ കൊടുക്കുന്നു. ഇവിടെ പേഷ്യന്റ് എന്ന് പറയുന്നത് പ്രസന്റ്, അതായത് പ്രസന്റ് ആണ്. നേരിട്ട് എന്ത് കൊടുക്കുകയാണ്? രോഗിക്ക് പരിചരണം കൊടുക്കുകയാണ് കേട്ടോ. രോഗിയുടെ സാന്നിധ്യത്തിൽ നേരിട്ട് നഴ്സുമാർ നൽകുന്ന പരിചരണത്തെയാണ് അഥവാ കെയറിനെയാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ഇവിടെ പേഷ്യന്റിന് ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, ഫിസിക്കൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ റിക്വയർമെന്റ്സ് ഉണ്ട്, മാനസികമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? നഴ്സ് നിറവേറ്റുന്നുണ്ട്. അതായത് പേഷ്യന്റിന് ശാരീരിക ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം, മാനസിക ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? നഴ്സ് അവിടെ അതിനനുസരിച്ചിട്ടാണ് കെയർ നൽകുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫീഡിങ്, അല്ലെ? ഭക്ഷണം നൽകുക. ചില പേഷ്യൻസിന് നഴ്സുമാരാണ് എന്ത് കൊടുക്കുന്നത്? കെയറിന്റെ ഭാഗമായിട്ട് ഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മരുന്ന് കൊടുക്കുന്നു. ഓക്കെ, ട്രീറ്റ്മെന്റ്, ചികിത്സ, പിന്നെ അതുപോലെ ചികിത്സ കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മൂവ്മെന്റിനെ സഹായിക്കുന്നു. അവരെ നടക്കാനൊക്കെ, അവരെ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഇത്തരത്തില് കൊടുക്കുന്ന കെയറിനെയാണ് എന്ത് പറയുന്നത്? ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ഇവിടെ നഴ്സ് ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? പേഷ്യന്റിന് കെയർ കൊടുക്കുന്നത്. അതിൽ വരുന്നതാണ് ഭക്ഷണം നൽകുക, അതുപോലെ മരുന്ന് നൽകുക,
ചികിത്സ ട്രീറ്റ്മെന്റ് നൽകുക, അവരുടെ മൂവ്മെന്റിനെ സഹായിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള കെയറിനെ ഡയറക്റ്റ് കെയർ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ ഇൻഡയറക്റ്റ് കെയർ ആണ് അല്ലെ. ഇൻഡയറക്റ്റ് കെയർ ആണ്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഡയറക്റ്റ് കെയറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, ഇൻഡയറക്റ്റ് കെയർ വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ആർ ദോസ് ventures undertaken on the patient behalf but removed from his presence. Indirect care consists of assembling supplies and equipment, seeking advice with other healthcare team members, writing and reading patient reports, reporting, constructing discharge plans, etc. ഇൻഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഡയറക്റ്റ് കെയറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു. ഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ പേഷ്യൻസിന്റെ പ്രസൻസ് ഇല്ലേ, രോഗികളുടെ പ്രസൻസ് കാണാൻ പറ്റില്ലേ, ഇല്ലയോ? എന്താണ് എസോർണോ? കാണാൻ പറ്റും. പക്ഷെ ഇവിടെ എന്ത് പറ്റില്ല, ഇൻഡയറക്റ്റ് കെയറില് പ്രസൻസ് കാണാൻ പറ്റില്ല കേട്ടോ രോഗികളുടെ. അതായത് പേഷ്യന്റിന്റെ പ്രസൻസ് ഇല്ലാതെ പേഷ്യന്റിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ഞാനൊന്നും കൂടി പറയാം. പേഷ്യന്റിന്റെ പ്രസൻസ് ഇല്ലാതെ പേഷ്യന്റിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെന്ത്, ഇൻഡയറക്റ്റ് കെയർ. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. എക്സാമ്പിൾ പറയാം. അതായത് രോഗികൾക്ക് വേണ്ടി മെറ്റീരിയൽസ്, എക്യുപ്മെന്റ് എന്നിവ റെഡിയാക്കുന്നു. ഇത് ഇൻഡയറക്റ്റ് കെയറിൽ വരുന്നതാണ്. ഓക്കെ, രോഗികൾക്ക് വേണ്ടിയിട്ട് മെറ്റീരിയൽസും എക്യുപ്മെന്റ്സും റെഡിയാക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടേഴ്സുമായിട്ട് രോഗികളുടെ കാര്യം ഡിസ്കസ് ചെയ്യുന്നു. അതും ഇൻഡയറക്റ്റ് കെയറിൽ വരുന്നതാണ് കേട്ടോ. ഡോക്ടേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നു, ഡിസ്കഷൻ നടത്തുന്നു. പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റിന്റെ റെക്കോർഡ് റൈറ്റിങ്ങും റീഡിങ്ങും, അതായത് പേഷ്യന്റ് റെക്കോർഡ് എഴുതുന്നു, അതുപോലെ തന്നെ അത് വായിക്കും. പിന്നെ റിപ്പോർട്ട് റെഡിയാക്കുന്നത്. പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ട് അല്ലെ. പേഷ്യന്റ് ഫയലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. റിപ്പോർട്ട് റെഡിയാക്കുന്നു. ലാസ്റ്റ് വൺ, ഡിസ്ചാർജ് പ്ലാൻ തയ്യാറാക്കുന്നു. ഓക്കെ, അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇല്ല വരുന്നേ ഉള്ളൂ തോന്നുന്നു അല്ലെ. ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോ ഈ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്ത് ഉണ്ട്, ഡിസ്ചാർജ് പ്ലാൻ ഉണ്ട് അല്ലെ, സമ്മറി ഒക്കെ തരും. ഡിസ്ചാർജ് സമ്മറി ഡോക്ടറാണ് അത് എഴുതുന്നത് അല്ലെ. ഓക്കെ, ചില കേസിൽ ഇങ്ങനെയുള്ള, അതായത് ഇങ്ങനെയുള്ള സമയത്ത് ആ ഫയലിൽ നിന്നുള്ള കാര്യങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, നഴ്സുമാരെ സഹായിക്കാറുണ്ട്. അപ്പോ ഇത്തരത്തില് ഡിസ്ചാർജ് പ്ലാൻ തയ്യാറാക്കുന്നതിനും നഴ്സുമാർ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഇത്തരത്തില് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡയറക്റ്റ് കെയറിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. ഇൻഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞാല് പേഷ്യന്റിന്റെ പ്രസൻസ് ഇല്ലാതെ രോഗിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആണ് ഇൻഡയറക്റ്റ് കെയർ. മെറ്റീരിയൽസ്, എക്യുപ്മെന്റ് എന്നിവ തയ്യാറാക്കുന്നു, ഡോക്ടേഴ്സുമായി ഡിസ്കസ് ചെയ്യുന്നു, റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ്, റിപ്പോർട്ട് റെഡിയാക്കുന്ന, റെക്കോർഡ് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ്, റിപ്പോർട്ട് റെഡിയാക്കുന്നത്, ഡിസ്ചാർജ് പ്ലാൻ തയ്യാറാക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നിങ്ങൾ നെക്സ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങളൊന്ന് തമ്പ് ചെയ്താൽ മതി കേട്ടോ. സ്റ്റാഫ് ഡെവലപ്മെന്റ് വായിക്കുക, ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് വായിക്കുക കേട്ടോ.
ഓക്കെ, വായിച്ചോ എല്ലാവരും? ഓക്കെ, അപ്പൊ എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് നോക്കാം. Staff development is the process which is directed towards the personal as well as professional growth of nurses and other staffs while they are employed by the healthcare. It refers to all the training and education provided to enhance the job-related and the personal knowledge, skills and mentalities of vested employees. സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോലി ചെയ്യുന്നതിനിടെ നഴ്സുമാർക്കും മറ്റ് സ്റ്റാഫുകൾക്കും വ്യക്തിപരവും അതുപോലെ തന്നെ പ്രൊഫഷണലുമായ വളർച്ച നൽകുന്ന ഒരു പ്രക്രിയയാണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളായിക്കോട്ടെ, നഴ്സുമാരായിക്കോട്ടെ, അവര് ജോലി ചെയ്യുന്നതിനിടയിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്കും അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള വളർച്ചയ്ക്കും വേണ്ടിയിട്ട് നൽകുന്ന ഒരു പ്രോസസ് ആണെന്ത് ഈ ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ ഒരു വ്യക്തിക്ക് സ്വയമേ ഉയരാനായിട്ട് അല്ലെങ്കിൽ ഡെവലപ്മെന്റിലോട്ട് നയിക്കാനായിട്ട് സാധിക്കും. ആ വ്യക്തിക്ക് അവരുടെ ജോലി എന്താണോ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഫഷണൽ ഡെവലപ്മെന്റും ഇതിലൂടെ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോ ഇങ്ങനെ സ്റ്റാഫ് ഡെവലപ്മെന്റ് എങ്ങനെയാ പ്രൊവൈഡ് ചെയ്യുന്നത്? ട്രെയിനിങ് വഴിയും എഡ്യൂക്കേഷൻ വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് പോവാണെന്ന് വിചാരിക്കാം. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് വളർച്ചയുണ്ടാകും. അതുപോലെ തന്നെ എന്റെ ജോലി എന്താണോ പ്രൊഫഷണലി ഞാൻ വളരും. എങ്ങനെയാ വളരുന്നേ? എനിക്ക് അവര് ട്രെയിനിങ്ങുകളും എഡ്യൂക്കേഷണൽ അവയർനെസ്സുകളും തരും, അല്ലെ? അപ്പൊ ഇത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്? എന്നെ അവര് വളർത്തിയെടുക്കുന്നത്. അപ്പൊ എന്നെ മാത്രമല്ല, അവിടെ ജോലി ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള സ്റ്റാഫുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് പേഴ്സണൽ ആയിട്ടും പ്രൊഫഷണൽ ആയിട്ടും അവരെ ഡെവലപ്മെന്റിലേക്ക് നയിക്കുന്ന ധാരാളം ട്രെയിനിങ്ങുകളും എഡ്യൂക്കേഷനും കൊടുക്കുന്നുണ്ട്. ഇതിനെ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഈ സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ വ്യക്തികൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടെ അറിവ് കൂടാനായിട്ട് ഉപകരിക്കും. അതുപോലെ അവരുടെ കഴിവ്, സ്കില്ലുകൾ കൂടും. അതുപോലെ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്നിവ വളരാനായിട്ടും സഹായിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ പുതുതായിട്ട് ഒരു ഫ്രഷർ ആയിട്ടാണ് ഞാനൊരു സ്ഥാപനത്തിൽ കയറുന്നതെങ്കിൽ ആ സ്ഥാപനത്തിൽ എനിക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ തരുന്നതിലൂടെ എന്റെ അറിവ് കൂടും. ഇതുവരെ ഇല്ലാത്ത അറിവുകളായിരിക്കും അവിടെ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടാവുക. എന്റെ കഴിവ് ഡെവലപ്പ് ആവും, സ്കില്ല് ഡെവലപ്പ് ആവുന്നത് കാണാനായിട്ട് പറ്റും. എന്റെ ആറ്റിറ്റ്യൂഡിൽ തന്നെ വ്യത്യാസം വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ബെനിഫിറ്റുകളും എന്തിനുണ്ട്? സ്റ്റാഫ് ഡെവലപ്മെന്റിന് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റാഫ് ഡെവലപ്മെന്റ് ഹോസ്പിറ്റലുകളിൽ നടപ്പിലാക്കുന്നത്? ഫസ്റ്റ് വൺ, എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, അതായത് എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, രണ്ടാമത്തത് എൻഷുർ സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ ബൈ നഴ്സ്. അതായത് ചില കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. എന്താണ്? അതായത് സുരക്ഷിതവും അതുപോലെ തന്നെ നിലവാരമുള്ളതുമായിട്ടുള്ള രോഗിയുടെ പരിചരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, പേഷ്യന്റിന് സേഫ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഉയർന്ന ക്വാളിറ്റി ഉള്ളതുമായിട്ടുള്ള കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്.
മൂന്നാമത്തെ പോയിന്റ്, എൻഷുർ സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് ബൈ സ്റ്റാഫ്സ്. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് നല്ല രീതിയിൽ സ്റ്റാഫുകളുടെ പെർഫോമൻസ് ഉയർത്താൻ വേണ്ടിയിട്ട് നല്ല അവരുടെ ജോലിയില് അവര് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് വേണ്ടി. ഓക്കെ, നാലാമത്തെ പോയിന്റ്, ഓറിയന്റ് ദ പേഴ്സണൽ ടുവാർഡ്സ് ദെയർ കെയർ ഒബ്ജക്റ്റീവ്സ്, ജോബ് ഡ്യൂട്ടീസ്, പേഴ്സണൽ പോളിസീസ്. അതായത് ജോലിയുടെ ഉത്തരവാദിത്തങ്ങള്, ജോലിയുടെ ലക്ഷ്യങ്ങള്, അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ പോളിസീസ് എന്നിവ സ്റ്റാഫിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്ന്, സ്റ്റാഫുകളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ. രണ്ടാമത്തത്, രോഗികൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ളതും അതുപോലെ തന്നെ സുരക്ഷിതവുമായിട്ടുള്ള പേഷ്യന്റ് കെയർ കൊടുക്കുന്നതിന് വേണ്ടി. മൂന്നാമത്തത്, സ്റ്റാഫുകള് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ടി. നാലാമത്തത്, ജോലിയുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ലക്ഷ്യങ്ങളെ കുറിച്ചും സ്ഥാപനത്തിന്റെ പോളിസിയെ കുറിച്ചും സ്റ്റാഫിന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. പലതരത്തിലുള്ള സ്റ്റാഫ് ഡെവലപ്മെന്റ്, അതായത് സ്റ്റാഫ് ഡെവലപ്മെന്റ് പല തരങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനകത്ത് ആദ്യത്തേതാണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. അപ്പൊ എന്താണ് ഇൻഡക്ഷൻ ട്രെയിനിങ്? നമുക്ക് നോക്കാം. Is the training given to new employees by the employer in order to help in adjustment to their new job and familiarizes with their new work environment and the people who are working around them. Induction training എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻഡക്ഷൻ ട്രെയിനിങ് ആരെങ്കിലും പോയിട്ടുണ്ടോ? അറിയാൻ പറ്റുമല്ലോ. ഇൻഡക്ഷൻ ട്രെയിനിങ് ഹോസ്പിറ്റലിൽ ആരെങ്കിലും ജോലിക്ക് നിന്നിട്ടുണ്ടോ? അറിയില്ല അല്ലെ? ഓക്കെ, അതായത് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ജോലിക്ക് എത്തുന്ന ജീവനക്കാർക്ക് കൊടുക്കുന്ന ഫസ്റ്റ് ട്രെയിനിങ് ആണിത് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രഷർ ആയിട്ട് ഒരു സ്ഥാപനത്തിൽ ഒരാൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന ആദ്യത്തെ ട്രെയിനിങ് ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. മനസ്സിലായോ? ഓക്കെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർദ്ര ഒരു ഹോസ്പിറ്റലില് ജോലി ചെയ്യാനായിട്ട് പോവുകയാണെന്ന് വിചാരിക്കുക. ആദ്യമായിട്ടാണ് പോകുന്നത്. ആദ്യമായിട്ട് പോകുന്ന സമയത്ത് ആർദ്രക്ക് കൊടുക്കുന്ന ഫസ്റ്റ് ട്രെയിനിങ് ആണെന്ത്? ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ്, എത്തരത്തിലാണ് ഇത് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഞാനിപ്പോ ആർദ്രയെ വെച്ചിട്ടാണ് എക്സാമ്പിൾ പറയാനായിട്ട് പോകുന്നത്. ആർദ്രയ്ക്ക് ഇപ്പോ ഞാൻ പോസ്റ്റ് ഒന്നും പറയുന്നില്ല, ഏതെങ്കിലും ഒരു പോസ്റ്റിങ്ങിലാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, ഒരു പൊസിഷനിലാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പോ ആ ജോലിയെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കും. ഓക്കെ, ചിലപ്പോ HR-ന്റെ പ്രതിനിധികളാകാം, അല്ലെങ്കിൽ സീനിയർ സ്റ്റാഫുകളായിരിക്കാം, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽപ്പെടുന്ന ഏതെങ്കിലും സ്റ്റാഫുകളായിരിക്കാം. അപ്പൊ ആദ്യമായിട്ടാണ് വരുന്നത്, ഫസ്റ്റ് ഡേ ആണ്. അപ്പോ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് എന്താണ്? ആ ജോലിയെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്താണ് ആർദ്ര ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ജോലി മാത്രം പരിചയപ്പെടുത്തി കൊടുത്താൽ പോരാ അല്ലെ? ആ പർട്ടിക്കുലർ ഏരിയ, അതായത് ആർദ്ര വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ ആരൊക്കെയാണ് കൂടെ കൊളീഗ്സ് ആയിട്ടുള്ളത് അവരെ പരിചയപ്പെടുത്തണ്ടേ? അവരെ പരിചയപ്പെടുത്താത്ത ജോലി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പൊ ആരൊക്കെയാണ് കൂടെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റാഫുകളാണ് ആ ഹോസ്പിറ്റലുകളിൽ ഉള്ളത്,
അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ വർക്കിംഗ് എൻവയൺമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, അവ ചുറ്റുപാട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു, വർക്കിംഗ് എൻവയൺമെന്റ്. ഇതിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ലോസ് ആൻഡ് റെഗുലേഷൻസ്. ഇപ്പൊ പല ഹോസ്പിറ്റലിനും പല രീതിയിലായിരിക്കും ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവുക. നിയമങ്ങളും നിയന്ത്രണങ്ങളും ഓരോ ഹോസ്പിറ്റലിലും വ്യത്യസ്തമായിട്ടായിരിക്കും വരിക, അല്ലെ? ഒരു ഹോസ്പിറ്റലിന്റെ പോലെ ആയിരിക്കില്ല മറ്റൊരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത്. അപ്പോ നിലവില് ആർദ്ര വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ പോളിസി എന്താണോ, അവിടെയുള്ള റെഗുലേഷൻസ് എന്താണോ അത് പരിചയപ്പെടുത്തും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡ്യൂട്ടി ടൈം. ആർദ്രക്ക് ഇത്ര മണി തുടങ്ങി ഇത്ര മണി വരെയാണ് അവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ള സമയം. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത്ര മണിക്ക് വന്നം ഇത്ര മണിക്ക് പോകണം. ഓക്കെ, ഡ്യൂട്ടി ടൈമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഒരു നേഴ്സ് ആണെങ്കിൽ, ഇപ്പൊ നേഴ്സിനെയാണ് ഇങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ ആ വാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ വർക്ക് ചെയ്യാനുള്ള എവിടെയാണ് വാർഡ്, അവർക്ക് ഡ്യൂട്ടി ഇട്ടിരിക്കുന്ന എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആർദ്രയുടെ സീനിയർ സ്റ്റാഫിനെ പരിചയപ്പെടുത്തും. കാരണം ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ ഉണ്ടാവും ആർദ്രക്ക്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ആർദ്ര കേൾക്കുന്നത്, അല്ലെ? അപ്പൊ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യും, ആ സുപ്പീരിയറിനെ പരിചയപ്പെടുത്തി കൊടുക്കും. ആർദ്ര ആര് പറയുന്ന കാര്യങ്ങളാണോ ഫോളോ ചെയ്യേണ്ടത്, ആരെയാണ് അനുസരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ഇത്തരത്തിൽ വിവരങ്ങള് കൈമാറുന്നതിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ആർദ്രയ്ക്ക് കൊടുക്കുന്നതിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഇത് കുറെ ദിവസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇൻഡക്ഷൻ ട്രെയിനിങ് ഏറിയാൽ 2-3 ദിവസം ആ എൻവയൺമെന്റ് ഒന്ന് പരിചയമാകുന്നവരെ, ഫെമിലിയർ ആകുന്നത് വരെ, അല്ലെങ്കിൽ ആ ആളുകളുമായിട്ടൊന്ന് പരിചയപ്പെടുന്നത് വരെ, ആ ജോലി ഒന്ന് ഫെമിലിയർ ആകുന്നത് വരെ ഒക്കെയാണ് ഈ ഒരു ട്രെയിനിങ് ഉണ്ടാവുക. 2-3 ദിവസം കേട്ടോ, അതിൽ കൂടുതൽ ഉണ്ടാവില്ല. കാരണം 2-3 ദിവസം ആവുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യും, അതുമായിട്ട് നമ്മൾ ഇതാവും, അല്ലെ? അഡാപ്റ്റഡ് ആകും. അപ്പോ ഇതിനെ ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നു. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പോ ജോലിക്ക് എത്തുന്ന ആൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ പരിശീലനമാണ് എന്ത്? ഇൻഡക്ഷൻ ട്രെയിനിങ്. ഇനി രണ്ടാമത് നമുക്ക് നോക്കാം, ജോബ് ഓറിയന്റേഷൻ ആണ് കേട്ടോ. ജോബ് ഓറിയന്റേഷൻ. The process of making aware of an individual of his her roles, responsibilities and relationship in the new work situation. It is an individualized training program meant to get a newly hired employee more familiarized with their responsibilities. Okay. അപ്പൊ രണ്ടാമത്തേന്ന് പറയുമ്പോൾ ആദ്യത്തേന്ന് പറയാൻ നമുക്കറിയാം, ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയും, അവിടെയുള്ള വർക്കിംഗ് എൻവയൺമെന്റ് പറയും, ഡ്യൂട്ടി ടൈം പറയും, പിന്നെ അവിടെയുള്ള ആളുകളെ കുറിച്ച് പറയും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ജോലി എന്താണോ, അല്ലെങ്കിൽ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്താണോ, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷൻസ് എന്താണോ, ഇത്തരത്തില് വ്യക്തമായിട്ട് ധാരണ നൽകുന്നതാണ് എന്ത്? ഈ ഒരു ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ആർദ്രയിൽ തന്നെ ഞാൻ എക്സാമ്പിൾ പറയാം. ആർദ്ര ICU ഡിപ്പാർട്ട്മെന്റിലാണ് ആർദ്രയിൽ ഇട്ടിരിക്കുന്നത് ജോലിക്കായിട്ട്. ഓക്കെ, നഴ്സാണെന്ന് വിചാരിക്കുക കേട്ടോ. ICU ഡിപ്പാർട്ട്മെന്റിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കൂടുതലായിട്ട് പരിചയപ്പെടുത്തും. ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, 2-3 ദിവസം കൊണ്ട് അത് തീരും. ഓക്കെ, ആ ഹോസ്പിറ്റലിൽ ഒന്ന് പരിചയപ്പെടുന്നത് വരെ അത് ഓക്കെ ആകും. പക്ഷെ ഈ ജോബ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നാള് നീണ്ടു നിൽക്കുന്നതാണ്. ഓക്കെ, ഇപ്പോ ICUയില് എന്താ പറയാ, പോസ്റ്റിംഗ് കിട്ടിയ ഒരു നഴ്സ് എന്താ പറയാ, ICU എക്യുപ്മെന്റ് ഉപയോഗിക്കാനായിട്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ അതെങ്ങനെയാണ് എന്താ പറയാ കൈകാര്യം ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നു, അല്ലെ? അതായത് ആ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ് ആണ് എന്ത്? ഈ ഒരു ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്.
ഇത് ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ്. ഓരോ വ്യക്തികൾക്കും പർട്ടിക്കുലർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കാരണം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് വരും. ആർദ്ര ഇപ്പോ ICUയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ് ആണ് തരിക. എന്നാൽ ഇപ്പോ ഷിഫാന റിസപ്ഷനിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് ആണ് തരിക. അപ്പോ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇൻഡക്ഷൻ ട്രെയിനിങ് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. എന്നാൽ ജോബ് ഓറിയന്റേഷൻ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ട്രെയിനിങ് ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പേഷ്യന്റിന്റെ അതായത് ആ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, എന്തൊക്കെ ജോലികളാണ് അവിടെ ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള വ്യക്തമായിട്ടുള്ള ധാരണകള് ജോബ് ഓറിയന്റേഷനിലൂടെയാണ് സ്റ്റാഫിന് കിട്ടുന്നത്. ഓക്കെ, അപ്പോ എക്സ്പ്ലെയിൻസ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി ജോബ്, അതാണ് ജോബ് ഓറിയന്റേഷൻ. ഓക്കെ, ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രെയിനിങ് ഫോർ ന്യൂ എംപ്ലോയി. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായില്ലേ രണ്ട് കാര്യങ്ങളും? ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തത് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. An educational experience planned before to provide in the job setting and closely identified with the services in order to help person discharge his duties more effectively as a person and as a worker. It is thus a planned instructional or training program given by an employee agency in the employment setting. അതായത് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോലി ചെയ്യുന്നതിനിടെ നൽകുന്ന പരിശീലനമാണ്. ഓക്കെ, ജോലി ചെയ്യുന്നതിനിടെ നൽകുന്ന പരിശീലനം. ഈ ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ സ്റ്റാഫുകൾക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ മറ്റൊരു പ്രത്യേകത, ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഇൻഡക്ഷൻ ട്രെയിനിങ് കഴിഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ജോബ് ഓറിയന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കുറെ നാള് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? മണി ഏൺ ചെയ്യുന്നുണ്ട്. കൂടാതെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഈ പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, ICUയിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സ്, അവരവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, കുറെ നാളുകളായി ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. പുതുതായിട്ട് ഒരു വെന്റിലേറ്റർ വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തു. അത് പ്രവർത്തിപ്പിക്കാനായിട്ട് ഇവർക്ക് അറിയില്ല. അപ്പൊ എന്ത് കൊടുക്കും അവർക്ക് അവിടെ? എന്ത് കൊടുക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ കൊടുക്കുക? അവർക്ക് അവിടെ ജോലി ചെയ്യണം അല്ലെ? വെന്റിലേറ്റർ പ്രവർത്തിപ്പിക്കാൻ വേണം. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കും? ഒന്ന് കമന്റ് ചെയ്യാമോ? എന്താ കൊടുക്കുക? തിങ്ക് ചെയ്യൂ. ആ മെഷീൻ, അതായത് ആ വെന്റിലേറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ട്രെയിനിങ് കൊടുക്കും. ഇതിനെയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ജോലി ചെയ്യുന്നതിനിടെ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണെന്ത്? ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ ICUയില് വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിന് പുതുതായിട്ട് വന്നിട്ടുള്ള വെന്റിലേറ്റർ പ്രവർത്തിപ്പിക്കാനായിട്ട് അറിയില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണെന്ത്? ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. അപ്പോ ഇത് എല്ലാ കാലത്തും എല്ലാ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിലും നടക്കുന്ന കാര്യങ്ങളാണ്. പുതുതായിട്ട് ഒരു കാര്യം വരുവാണെങ്കിൽ, ഇപ്പൊ ടോക്കൺ സിസ്റ്റം വന്നത് കുറച്ചു നാള് മുമ്പ് വരെയാണ് അല്ലെ? അതുവരെ എന്തായിരുന്നു? ക്യൂ നിൽക്കലായിരുന്നു പരിപാടി. ടോക്കൺ സിസ്റ്റം വന്നപ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ സ്റ്റാഫിന് അറിയാനായിട്ട് സാധിച്ചു. എങ്ങനെയാ? അതുമായി ബന്ധപ്പെട്ട് വരുന്നവര് അതിന്റെ ട്രെയിനിങ് കൊടുക്കും. അങ്ങനെയാണ് അത് അറിയുന്നത്. അപ്പോ ഏതൊരു കാര്യമാണെങ്കിലും പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കാറുണ്ട്? അതുമായി ബന്ധപ്പെട്ട് അവർ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ട്രെയിനിങ് കൂടി കൊടുക്കാറുണ്ട്. ഇതിനെ ഇൻ സർവീസ് ട്രെയിനിങ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. CPR ട്രെയിനിങ് കൊടുക്കുന്നു.
ഓക്കെ, എക്യുപ്മെന്റ് ഡെമോൺസ്ട്രേഷൻ കൊടുക്കുന്നു. ഇതൊക്കെ എന്താണ്? ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ is all the learning activities that happen after an individual has completed his basic education. It involves planned learning experiences beyond a basic nursing educational program. അതായത് ബേസിക് നഴ്സിംഗ് എഡ്യൂക്കേഷന് ശേഷം ലഭിക്കുന്ന തുടർച്ചയായിട്ടുള്ള പഠനത്തിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു വ്യക്തി, ഒരു നഴ്സ് അവരുടെ ബേസിക് എഡ്യൂക്കേഷൻ പൂർത്തിയാക്കിയിട്ട് വർക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് അവരുടെ നോളജ് അല്ലെങ്കിൽ അവരുടെ സ്കില്ലുകൾ എന്ന് പുതുക്കാനായിട്ട് ഈ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കൊണ്ട് സാധിക്കും. ഓക്കെ, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ സ്റ്റാഫ് നഴ്സ് പങ്കെടുക്കുന്ന വർക്ക്ഷോപ്പുകള്, അതുപോലെ സെമിനാറുകള്, കോൺഫറൻസുകള്, ഇതൊക്കെ എന്താണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ ബേസിക് എഡ്യൂക്കേഷന് ശേഷം അവരുടെ കഴിവും അതുപോലെ തന്നെ അവരുടെ അറിവും പുതുക്കുന്നതിന് വേണ്ടിയിട്ട്, ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ പല വിധത്തിലുള്ള കോൺഫറൻസുകളിലും സെമിനാറുകളിലൊക്കെ പങ്കെടുക്കും. ഇതിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. Then അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഓക്കെ, നമുക്ക് നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഫസ്റ്റ് വൺ, ജനറേറ്റ് എ പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. നല്ല ഒരു ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതായത് നല്ലൊരു സംഘടനാ അന്തരീക്ഷം സൃഷ്ടിക്കുക, നല്ലൊരു എൻവയൺമെന്റ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ്, ഫെസിലിറ്റേറ്റ് ഓപ്പൺസ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടത്തുന്നു, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, പാസ് ഓവർ ഓർഗനൈസേഷണൽ മെസ്സേജ് ടു വർക്കേഴ്സ്. അതായത് സ്ഥാപനത്തിന്റെ മെസ്സേജുകൾ അല്ലെങ്കിൽ സന്ദേശങ്ങള് എംപ്ലോയീസിലേക്ക് എത്തിക്കുന്നു, തൊഴിലാളികളിലേക്ക് എത്തിക്കുന്നു. നാലാമത്തെ പോയിന്റ്, ഈസി ആക്സസ് ടു നോളജബിൾ കൊളീഗ്സ് ത്രൂ. എന്താ? അതായത് പരിചയസമ്പന്നരായിട്ടുള്ള സഹപ്രവർത്തകർ, അതായത് കൊളീഗ്സിൽ നിന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നു. ഓക്കെ, അപ്പൊ 4 പോയിന്റ് ആണ് അഡ്വാൻറ്റേജസ്, നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന്, നല്ലൊരു സംഘടന അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. രണ്ടാമത്തത്, കമ്മ്യൂണിക്കേഷന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചാനൽ തുറക്കുന്നു. മൂന്നാമത്തത്, സ്ഥാപനത്തിന്റെ മെസ്സേജ് എംപ്ലോയീസിലേക്ക് എത്തിക്കുന്നു. നാലാമത്തത്, പരിചയസമ്പന്നരായിട്ടുള്ള സഹപ്രവർത്തകരിൽ നിന്ന് പഠിക്കാനുള്ള അവസരം നൽകും. ഇനി അടുത്തത് നമുക്ക് നോക്കാം, റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, യൂസസ് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് വെൻ ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു ലേൺ ന്യൂ സ്കിൽസ് ഓർ ഇൻഫർമേഷൻ. അതായത് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ അഡ്മിനിസ്ട്രേറ്ററുടെ റോളിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതിൽ ആദ്യത്തെ റോൾ എന്ന് പറയുന്നത് നല്ല ഒരു പഠന സിദ്ധാന്തം, അല്ലെ, പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്?
എംപ്ലോയീസിന്റെ സ്കില്ലുകളും അവരുടെ ഇൻഫോർമേഷനും കൂടുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. കുറെ കാര്യങ്ങൾ അവർ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു പഠന സിദ്ധാന്തം രൂപപ്പെടുത്തണം. രണ്ടാമത്തെ പോയിന്റ്, യൂസേഴ്സ് ടീച്ചിങ് ടെക്നിക്സ് സ്ട്രെങ്തൻ സ്റ്റാഫ്. എംപ്ലോയീസിന്റെ സ്കില്ല് വർദ്ധിപ്പിക്കണം. ഓക്കെ, അതായത് നല്ലൊരു ടീച്ചിങ് ടെക്നിക്സ്, അതായത് നല്ലൊരു എന്താ പറയാ, നമ്മള് എന്താ പറയാ പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷനിലൂടെ, നല്ലൊരു ടീച്ചിങ് മെത്തേഡ്സിലൂടെ അല്ലെങ്കിൽ ടെക്നിക്സിലൂടെ സ്റ്റാഫുകളുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുക. മൂന്നാമത്തത്, കണ്ടിന്യൂസ്ലി ആക്സസസ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ്. ഓരോ യൂണിറ്റിന്റെയും ആവശ്യങ്ങൾ വിലയിരുത്തുക. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, അതിൽ ഓരോ യൂണിറ്റിനും ഓരോരോ ആവശ്യങ്ങളാണ് ഉണ്ടാവുക, അത് ഇവാലുവേറ്റ് ചെയ്യുക. നാലാമത്തെ പോയിന്റ്, ലെറ്റ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്. അതായത് എംപ്ലോയീസിന്റെ കഴിവുകൾ എന്താണ്, കുറവുകൾ എന്താണെന്ന് കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ റോള് വരുന്നത് കേട്ടോ. നല്ലൊരു പഠന സിദ്ധാന്തം രൂപീകരിക്കുക, ടീച്ചിങ് ടെക്നിക്സുകൾ സ്റ്റാഫിന്റെ സ്ട്രെങ്ത്തിന് വേണ്ടി ഉപയോഗിക്കുക, അതുപോലെ ഓരോ യൂണിറ്റിന്റെയും ആവശ്യങ്ങൾ തിരിച്ചറിയുക, അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ കുറവുകളും കഴിവുകളും കണ്ടെത്തുക. ക്ലിയർ ആണോ? അഡ്വാൻറ്റേജും റോളും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി നിങ്ങളൊന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. നഴ്സിംഗ് ഹയറാർക്കി ആൻഡ് ഫങ്ഷൻ. Okay, നമുക്ക് നോക്കാം nursing hierarchy and function. The structure of the organization determines the employee behavior through the effect of role, power, status, responsibility, authority, and communication. Nursing is a large department in every hospital, hence it has a hierarchy as doctors do, and it is necessary to understand different nursing classification. Okay. അതായത് ഒരു സ്ഥാപനത്തിന്റെ സ്ട്രക്ചർ, ഹയറാർക്കിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിന്റെ സ്ട്രക്ചർ എംപ്ലോയീസിന്റെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ആ സ്ഥാപനത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണോ അതിന്റെ ഘടന വരുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സ്വഭാവം ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, റോള്, അതുപോലെ പവർ, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ എന്നിവ ഒരു സ്ഥാപനത്തിൽ പ്രധാനമാണ്. അപ്പൊ ഓരോ ആളുകൾക്കും കൊടുക്കുന്ന റോളുകൾ ഉണ്ട്, അവർക്ക് കൊടുക്കുന്ന പവറുകൾ ഉണ്ട്, അതോറിറ്റി ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്, ഹയറാർക്കിയിൽ വരുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും ഒരേപോലെയാണോ റോളും പവറും റെസ്പോൺസിബിലിറ്റീസും കൊടുക്കുന്നേ? ആണോ? എല്ലാവർക്കും ഒരുപോലെയാണോ? ഒരിക്കലും അല്ല അല്ലെ. കുറച്ച് ആളുകൾക്ക് കുറച്ച് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കും, കുറച്ച് ആളുകൾക്ക് തീരെ താഴ്ന്നിട്ടായിരിക്കും കൊടുക്കുന്നേ. അപ്പൊ അതിനനുസരിച്ച് ആ സ്ഥാപനത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ റോള് കൊടുക്കുന്നു, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ പവർ ഉണ്ട്, അതിനനുസരിച്ച് അവിടെയുള്ള ആളുകളുടെ ബിഹേവിയറിലും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അപ്പോ ഇതിനകത്ത് നഴ്സിംഗ് ഹയറാർക്കിയാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു സ്ഥാപനത്തെ, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നഴ്സിംഗ് ഹയറാർക്കി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നഴ്സിംഗ് ഹയറാർക്കിയിൽ വരുന്നതാണ് നഴ്സിംഗ് ഡയറക്ടർ വരുന്നുണ്ട്, സൂപ്രണ്ടന്റ് വരുന്നുണ്ട്, അതുപോലെ സൂപ്പർവൈസർ വരുന്നുണ്ട്, നഴ്സിംഗ് ചാർജ് വരുന്നുണ്ട്, സ്റ്റാഫ് നഴ്സ് വരുന്നുണ്ട്, നഴ്സിംഗ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ?
ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മൺഡേ ഉണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് ഇൻഫോർമേഷൻ വരും കേട്ടോ. ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. എന്താണോ റിപ്പബ്ലിക് ഡേ അല്ലേ? മറന്നുപോയോ? ജനുവരി 26. അപ്പൊ ക്ലാസ് ഇല്ലെങ്കിൽ നമുക്ക് ഇനി വെനസ്ഡേ കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ നന്നായിട്ട് വായിക്കാട്ടോ. ട്രെയിനിങ് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. അത് വായിച്ചിരിക്കണം കേട്ടോ. അത് എക്സാമിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ് ട്രെയിനിങ്ങിൽ വരുന്നത്. ഓക്കെ, മൈൻഡപ്പ് ചെയ്തോട്ടെ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. Thank you, ma'am. ഓക്കെ, താങ്ക് യു. Thank you, Miss. Thank you.